Hello everyone, welcome to the Share Academy. നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരാണ് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. കാരണം ഇപ്പൊ നമുക്ക് ബാങ്ക് എക്സാമിന്റെ ഒരുപാട് വേക്കൻസീസ് വരുവാണല്ലോ. SBI തന്നെ നല്ലൊരു വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിരിക്കുവാണ്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ ചാൻസ് കിട്ടുന്ന ഒരു ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാമാണ്. മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ഡിഗ്രി ക്ലാസ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പാസ് ഔട്ട് ആക്കുന്ന ആ ഒരു ടൈമിൽ വരുന്ന എക്സാം RRBയുടെ എക്സാം ആണ്, നമ്മുടെ റൂറൽ ബാങ്കുകളുടെ എക്സാമുകളാണ്. അപ്പൊ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം ഡേറ്റ് ആസ് യൂഷ്വൽ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജൂലൈ മന്തിൽ നമ്മുടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം ഫേസ് ചെയ്യേണ്ടി വരുന്ന എക്സാമും ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം ആണ്. അപ്പൊ നമുക്ക് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഒരു എക്സാം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യമേ തന്നെ ചോദിക്കാം. ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബാങ്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് പോയി ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്യണോ എന്ന് ചോദിക്കരുത്. കാരണം ഉറപ്പായിട്ടും അവർ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന റിപ്ലൈസ് ആയിരിക്കും തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ചോദ്യം ചോദിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാതെ പ്രിപ്പയർ ചെയ്യണോ, ബാങ്ക് എക്സാം ഒക്കെ എഴുതിയ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാം. നല്ല സീരിയസ് ആയിട്ട് ആ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചോദിക്കാം. നല്ല സീരിയസ് ആയിട്ട് അതിനെ കാണുന്നവരോട് ചോദിക്കാം. അല്ലാതെ എല്ലാവരും ബാങ്ക് എക്സാമിന് പോണു, പ്രിപ്പയർ ചെയ്യുന്നു, ഞാനും പ്രിപ്പയർ ചെയ്യുന്നു, ആ ഒരു മോഡലിൽ ഇരിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ നിങ്ങളുടെ കഴിവ് നിങ്ങളിൽ മാത്രമാണ്, മറ്റുള്ളവരെ വെച്ചല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആയിട്ടുള്ള, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാം. ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫിക്സഡ് സാലറി ഉള്ള ഒരു ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് ക്ലിയർ ചെയ്താൽ ബാങ്ക് ജോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സാംസ് എല്ലാം അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും നിങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും ബാങ്ക് എക്സാം സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യും. കിട്ടും. പ്രിലിംസ് കിട്ടിയവരാണെങ്കിൽ പ്രിലിംസ് കിട്ടി, ഇനി മെയിൻസിലോട്ട് വെയിറ്റ് ചെയ്യുവാണ്, അങ്ങനെയുള്ള നല്ല ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് മാത്രം കറക്റ്റ് ആയിട്ട് എക്സാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കുക. ഇനി എക്സാം എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി പാസ് ഔട്ട് ആയി, അപ്പൊ എക്സാം പ്രിപ്പയർ ചെയ്യാൻ, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയി നിൽക്കുവാണ്. നിങ്ങൾക്ക് ഈ ഒരു മന്ത്, അതായത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഓരോ മാസം ഓരോ എക്സാം ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് എക്സാമിനെ പറ്റി അറിയാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പൊ മാത്രമല്ല, ഇത്രയും വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത്, കഴിഞ്ഞ വർഷത്തെ ബിഗിനേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയെ കാരണം നല്ല വേക്കൻസീസ് ഇപ്പൊ ബാങ്ക് എക്സാംസുകൾക്ക്, ബാങ്കിന്റെ പോസ്റ്റുകൾക്കൊക്കെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് എക്സാം ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും റിസൾട്ടിലോട്ട് എത്തുന്നുണ്ട്, നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാം എത്തുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണെന്നാണ് പറയാനുള്ളത്. സോ നമുക്ക് നോക്കാം ബിഗിനേഴ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം എഴുതാൻ പോണ എക്സാം ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ റൂറൽ ബാങ്കിന്റെ എക്സാം ആണ്, IBPS RRB പോസ്റ്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പോസ്റ്റുകൾ ഉണ്ട് ബാങ്കിൽ നിന്ന് ഉള്ള കാര്യം ഈ RRB പോസ്റ്റുകൾ വെച്ച് തന്നെ ഞാൻ പറയാം. ബാങ്കിൽ മെയിൻ ആയിട്ടുള്ള നല്ല സാലറീഡ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആണ് പ്രൊബേഷണറി ഓഫീസറിന്റെ പോസ്റ്റ്, PO പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PO പോസ്റ്റ് ആണ് നമുക്ക് 85+ ഒക്കെ 80+ എന്തായാലും സാലറി കിട്ടുന്ന നല്ലൊരു പോസ്റ്റ് ആണ്. നല്ല എന്താ പറയാ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് ആണ് PO പോസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രാമീൺ ബാങ്കിന്റെ PO പോസ്റ്റുകൾക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റുകൾ, ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന്റെ പോസ്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ IBPS RRB ആയിക്കോട്ടെ, IBPS ക്ലർക്ക് ആയിക്കോട്ടെ, IBPS PO ആയിക്കോട്ടെ, SBI ക്ലർക്ക് ആയിക്കോട്ടെ, SBI PO ആയിക്കോട്ടെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്സ് സെയിം ആണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരുപാട് എക്സാം വേണ്ടിയിട്ടാണ്. ഒരു എക്സാമിന് നിങ്ങൾക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞ അടുത്ത എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത എക്സാം ഉണ്ട്. അതായത് ഈ ഒരു 6 monthsനുള്ളിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാംസിന്റെ എണ്ണം തന്നെ കുറയുണ്ട്. അപ്പൊ ഒന്നല്ലെങ്കിൽ അടുത്തതിൽ കയറി പറ്റാൻ പറ്റും കോൺഫിഡന്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക്. ഓക്കെ, നിങ്ങളിപ്പോ ഈ ഒരു മെയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെച്ചോ,
നിങ്ങൾ മാത്സ് റീസണിങ് ഇപ്പൊ നമ്മുടെ SBI നമ്മുടെ IBPS RRBയുടെ എക്സാം ആണെങ്കിൽ നമുക്ക് ജൂലൈയിൽ എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കാം മെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈയിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ്. ഓക്കെ, പ്രിലിംസ് ആണെങ്കിൽ ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ 27 ജൂലൈയിലും ഓഗസ്റ്റിലും ആയിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ആണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും സമയത്താണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം? എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകണം. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്താൽ എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് റീസണിങ്ങും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾ IBPS RRB റൂറൽ ബാങ്ക് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്ന ഒരു വലിയ ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് മുമ്പിലുള്ള. അപ്പൊ ഇപ്പോഴും മെയിൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട RRB എക്സാം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ജൂലൈയിലെ എക്സാം വരാൻ പോവുകയാണ്. ജൂലൈ ലാസ്റ്റ് എക്സാം വരുവാണ്. നിങ്ങൾക്ക് ഒരു മെയ്യുടെ ബാലൻസ് ഡേയ്സ് ഉണ്ട്, ജൂൺ ഉണ്ട്, പിന്നെ ഓഗസ്റ്റ് എക്സാം എങ്കിൽ ജൂലൈ ഫുൾ കിട്ടും. കുറച്ച് പേർക്കെങ്കിലും ഓഗസ്റ്റിലായിരിക്കും എക്സാം വരുന്നത്. അപ്പൊ ഒരു 3 മന്ത്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും ഈ ഒരു 3 മാസം കൊണ്ട്. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്സും റീസണിങ്ങും മാത്രമാണ് പ്രിലിംസിന് വരുന്നത്. നിങ്ങൾ ഈ മാത്സും റീസണിങ്ങും കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പ്രിലിംസ് കിട്ടി, പിന്നെ മെയിൻസിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ വരുന്ന IBPS ക്ലർക്ക് ആണെങ്കിലും IBPS PO ആണെങ്കിലും പ്രിലിംസ് നിങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കത്തില്ല. നിങ്ങളുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ അപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ആവുകയും ചെയ്തു. അപ്പൊ ലാസ്റ്റ് വരുന്നത് നമ്മുടെ SBI എക്സാം ആകുമ്പോഴത്തേക്ക്, SBIയുടെ ക്ലറിക്കൽ എക്സാം വരുമ്പോഴത്തേക്കും പ്രിലിംസും മെയിൻസ് വരുമ്പോഴത്തേക്കും നവംബർ ആവും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ അധികം ടൈം കിട്ടുവാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്ന ഒരാൾക്കാണ് SBI ക്ലർക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലിക്ക് കയറാം. 2025 നവംബർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ മെയിൻസ് എക്സാം വരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ പ്രിലിംസ് സെറ്റ് ആയി. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വരാൻ പോണ ഈ ഗ്രാമീൺ ബാങ്കിന്റെ പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക പഠിത്തം. നിങ്ങളുടെ ഈ മെയ് ജൂൺ മന്ത് നിങ്ങൾ ഈ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസ് ആണെങ്കിലും ഇടയ്ക്ക് കുറച്ചൊക്കെ നിങ്ങൾ മെയിൻസിന് വേണ്ടിയും ഇടയ്ക്ക് വീക്ക്ലി വൺസ് ഒരു മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സും പഠിക്കാം. മനസ്സിലായോ? ഒരു ജൂലൈ ആകുമ്പോഴത്തേക്കും ഫുള്ളി നിങ്ങൾ പ്രിലിംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. മാത്സും റീസണിങ്ങും മാത്രം ജൂലൈ മന്തിൽ മാത്സും റീസണിങ്ങും മാത്രം പഠിക്കുക. അതിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ളതും മെയിൻസ് ക്ലിയർ ചെയ്യാനുള്ളതും ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം മാത്സ് റീസണിങ് സബ്ജക്റ്റുകൾ നിങ്ങൾ തറവായി കഴിയണം. പിന്നെ നിങ്ങൾക്ക് വരാൻ പോണത് മെയിൻസിന്റെ എക്സാം നോക്കി സെപ്റ്റംബറിലാണ് വരാൻ പോണത്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് ഫുൾ അല്ലെങ്കിൽ സെപ്റ്റംബർ 13 വരെയുള്ള ടൈം നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആഡ് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം. നമുക്ക് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. SSC RRB ബാങ്കിന്റെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ബാങ്കിന്റെ കോഴ്സുകളെ പറ്റി അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഓഫ്ലൈൻ ആയിട്ടാണ് വന്നാണ് പഠിക്കേണ്ടതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ടോടുകൂടി പഠിക്കാൻ പറ്റും. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ആണ് നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത്, ദിശയുടെ ബ്രാഞ്ചസ് ഉള്ളത്. അതുപോലെ കൊല്ലം, കൊട്ടാരക്കര, തിരുവനന്തപുരം ബ്രാഞ്ചുകളിൽ നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാങ്ക് എക്സാമിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 27th ആണ് ഡേറ്റ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 27th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മുടെ ബാച്ച്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടത്. ഇനി ഗ്രാജുവേറ്റ് ആണ് ഏത് ഡിഗ്രി ഉള്ളവർക്കും. ബിഗിനേഴ്സിന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇത് പഠിച്ചതാണ്, ഈ കോഴ്സ് ചെയ്തതാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രശ്നമില്ല. എനി ഗ്രാജുവേറ്റ്, ഏത് ഗ്രാജുവേറ്റ് പഠിച്ചവർക്കും ഡിഗ്രി പാസ്സായവർക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി പാസ്സാണ്. പിന്നെ ലോക്കൽ ലാംഗ്വേജ്, ഈ RRB ആയതുകൊണ്ടാണ്, റൂറൽ ബാങ്ക് ആയതുകൊണ്ടാണ് ലോക്കൽ ലാംഗ്വേജിന്റെ പ്രൊഫിഷ്യൻസി നോക്കും. പിന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ വർക്കിംഗ് നോളജ് ഇപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് പിഒയുടെ പോസ്റ്റ് ആണ്. RRBയുടെ പിഒയുടെ പോസ്റ്റ് ആണ്. 18 മുതൽ 30 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 28 വയസ്സ് വരെയാണ് ക്ലറിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കല്. നിങ്ങൾക്ക് ടൈം ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് വേണം എപ്പോഴും ട്രൈ ചെയ്യാനായിട്ട്. 1 ഇയറിൽ തന്നെ നിങ്ങൾ ഏറ്റവും ലെവലിൽ എത്തിയിരിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ RRB PO ആണെങ്കിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. IBPS RRB ക്ലർക്ക് ആണെങ്കിൽ പ്രിലിംസും മെയിൻസും മാത്രമാണ് എക്സാമിനുള്ള, ഇന്റർവ്യൂ ഇല്ല. അപ്പൊ 2 സ്റ്റേജസ് മസ്റ്റ് ആയിട്ടും എല്ലാ എക്സാംസിലും കാണും. പ്രിലിംസും കാണും, മെയിൻസും കാണും. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലെ തന്നെ മെയിൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ, കാരണം ഞാൻ ഇപ്പൊ പറയാൻ കാര്യം,
നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രിലിംസ് വീക്ക്ലി നിങ്ങൾ ഒരു 6 days ആണ് പഠിക്കുന്നത്, ഒരു ഡേയ്സ് ഓഫ് ഇട്ടിട്ട് 6 days ആണ് നിങ്ങൾ വീക്ക്ലി പഠിക്കുന്നത്, ഇത്ര അവേഴ്സ് വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ഒരു 1 day നിങ്ങളുടെ മെയിൻസിന് വേണ്ടിയിട്ട് കൊടുക്കാം, 1 or 2 days മെയിൻസിന് വേണ്ടിയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ടൈം മൊത്തം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാം പാറ്റേൺ പ്രിലിംസിന്റെ വരുന്നത് നോക്കി, 40 ക്വസ്റ്റ്യൻ റീസണിംഗ് എന്നും 40 ക്വസ്റ്റ്യൻ മാത്സ് എന്നും. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് 40 മാർക്കിന്റെ റീസണിംഗും ഉണ്ട്, 40 മാർക്കിന്റെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. ഇതിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം ടൈം ലിമിറ്റ് ഉണ്ട്, 25 മിനിറ്റ് കൊണ്ടാണ് റീസണിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്, 20 മിനിറ്റ് കൊണ്ടാണ് മാത്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ എത്ര എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, കാരണം പ്രിലിംസ് ക്ലിയർ ചെയ്ത് എന്തായാലും മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് എക്സാം അടുപ്പിച്ച് പിന്നെ മെയിൻസിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യരുത്. ഇപ്പൊ ഒരു ജൂലൈ 27th ആണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് എങ്കിൽ ജൂലൈ 1 മുതൽ മാത്സും റീസണിങ്ങും മോക്ക് ടെസ്റ്റുകളും ബാങ്കിന്റെ മോക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് ടൈം മാനേജ്മെന്റ്, സ്പീഡ് മാത്സ് ഒക്കെ നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് കൂട്ടുക, സ്ക്വയർസും ക്യൂബ്സും ഒക്കെ വീണ്ടും റിവൈസ് ചെയ്യുക, അരിത്തമെറ്റിക് സെക്ഷൻസ് കുറച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയ ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് വീണ്ടും എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് തരാം കേട്ടോ. മാത്സ് എന്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്താൽ സ്കോർ ചെയ്യാൻ പറ്റും, അതിനകത്ത് തന്നെ പരിപാടികളുണ്ട്. അതായത് മാത്സിലത്തെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 6-8 മാർക്കോളം കിട്ടും. അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് കിട്ടും, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് കിട്ടും. അത് മാത്രം പഠിച്ചാൽ തന്നെ നല്ലൊരു എമൗണ്ട് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ മെയിൻസിനും കൂടെ വേണ്ടി പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ അരിത്തമെറ്റിക് സെക്ഷൻസും കൂടെ കുറച്ച് നോക്കാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് രീതിയിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് കുറെ സ്പോട്ട് വർക്ക് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, QA പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, റീസണിങ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സബ്ജക്ട് വൈസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ന് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ഞാൻ നെക്സ്റ്റ് ദിവസം ഓരോ സെക്ഷൻ ചെയ്യാവേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്യുക, റീസണിങ് പഠിക്കുക, അതുപോലെ തന്നെ മാത്സ് പഠിക്കുക. ഒരു 6 daysൽ നിങ്ങൾക്ക് ഒരു 1 or 2 days മാത്രം നിങ്ങളുടെ മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. മെയിൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, അതിൽ ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അപ്പൊ ജനറൽ അവയർനെസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഒരു ഹാഫ് അവർ ജനറൽ അവയർനെസ്സിന് ഒരുപാട് സ്ട്രെയിൻ ആവാണ്ട് ഒരു ഡെയിലി ഒരു ഹാഫ് അവർ മാത്രം കറണ്ട് അഫേഴ്സും നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ ഒക്കെ ഒന്ന് നോക്കി അങ്ങനത്തെ രീതിയിൽ പോവാൻ പറ്റും. ഹിന്ദു എഡിറ്റോറിയൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡെയിലി ഒരു ഹാഫ് അവറും അല്ലെങ്കിൽ വീക്കിലി ഒരു 1 ഡേയും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ, ബാക്കി ഫുള്ള് നിങ്ങൾ പ്രിലിംസിന് ഫോക്കസ് ചെയ്യണം. അങ്ങനെ പ്രിലിംസിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ജൂലൈ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രിലിംസിന്റെ ഏരിയ ഒരുവിധം സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ RRBയുടെ പ്രിലിംസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ ഉടനെ വരും നമ്മുടെ മെയിൻസിന് വേണ്ടി നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയും ടൈം നമുക്കില്ല. പ്രിലിംസും മെയിൻസും കൂടെ ക്ലിയർ ചെയ്യാനുള്ള ടൈം ഈ ഒരു 3 months കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. പക്ഷെ ഒരു ഹാർഡ് വർക്ക് അവിടെ നിങ്ങൾക്ക് കൊടുത്താൽ എല്ലാവർക്കും പറ്റണമെന്നല്ല, കുറച്ച് പേർക്കെങ്കിലും കയറാൻ പറ്റും. എല്ലാവർക്കും പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേരെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും 6 monthsലും ഒക്കെ എക്സാം ക്ലിയർ ചെയ്ത് ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്, ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല. ചിലപ്പോൾ ഈ ഒരു 1 month നിങ്ങൾ മെയിൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ആദ്യമേ തൊട്ട് മെയിൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആയില്ലെങ്കിൽ എല്ലാം വേസ്റ്റ് ആവും. പ്രിലിംസ് ക്ലിയർ ആയുള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും എടുത്തത്. അതായത് ഇനി മെയിൻസിന് പഠിച്ചു തുടങ്ങാം, കാരണം ഇനിയുള്ള പ്രിലിംസും ഞാൻ ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ കിട്ടും. അപ്പൊ വരുന്ന IBPS ക്ലർക്ക് ആണെങ്കിലും IBPS മെയിൻസ് ആണെങ്കിലും IBPS PO ആണെങ്കിലും പിന്നെ SBI PO വരുന്നുണ്ട്, പിന്നെ SBI ക്ലർക്ക് വരുന്നുണ്ട്. അതിന്റെ എല്ലാം പ്രിലിംസ് നിങ്ങൾക്ക് ഒരു വലിയ ടാർഗറ്റ് ആയിരിക്കത്തില്ല, ഒരു ടെൻഷൻ ആയിരിക്കത്തില്ല. മെയിൻസിന് വേണ്ടി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ലാസ്റ്റ് നവംബർ കഴിയുമ്പോഴത്തേക്കും ഈ എക്സാം ഒന്ന് കഴിയും, SSBയുടെ എക്സാം വെച്ച് കഴിയും. അപ്പൊ നമുക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ ജസ്റ്റ് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പ്രിലിംസ് പോവോ അല്ലെങ്കിൽ മെയിൻസ് പോവുകയാണെങ്കിൽ ടെൻഷൻ അടിക്കണം. നിങ്ങൾ അടുത്തെത്തി നിങ്ങളുടെ വർക്ക്, അതായത് കുഴിച്ച് വെള്ളം കാണുമ്പോൾ പരിപാടി നിർത്തുന്ന പരിപാടി വേണ്ട. നെക്സ്റ്റ് എക്സാം ഉറപ്പാണ് നിങ്ങൾക്ക്. ഓക്കെ, ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്കല്ലേ, അതിനുവേണ്ടി കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു ഒരു നഷ്ടമില്ല. നിങ്ങൾ ഒരു റേഞ്ച് എത്തി കഴിയുമ്പോഴത്തേക്കും ബാക്ക് പോകരുത്, തിരിച്ചു പോകരുത്. ഒരു റേഞ്ച് എത്തി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നെക്സ്റ്റ് എക്സാം 100% നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റമില്ല. ബ്രേക്ക് എടുക്കാതിരിക്കുക, ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്പീഡ് കുറയും, ടച്ച് പോവും. വീണ്ടും എക്സാം ടൈം ആവുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും അറ്റത്തെത്തുന്ന അവസ്ഥ വീണ്ടും വരും. അപ്പൊ അതാണ് മിക്കുള്ളവർക്കും പറ്റും. എല്ലാ പ്രാവശ്യം ഞാൻ അറ്റത്തെത്താറുണ്ട്, 1 മാർക്കിന് പോയി, 2 മാർക്കിന് പോയി. ഇവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് അവർ കൺസിസ്റ്റൻസി കളയുന്നതാണ് പ്രശ്നം. ആദ്യത്തെ പ്രാവശ്യം 1 മാർക്കിന് പോയ ആള്
അടുത്ത തവണ ഉറപ്പായിട്ടും കയറണം. അതിനകത്ത് എന്താ പ്രശ്നം? അതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഡെയിലി പഠിക്കുക, ഒരു ദിവസവും ബ്രേക്ക് എടുക്കാതെ ഡെയിലി പഠിക്കുക. നിങ്ങൾ ഒരു 6 months അല്ലെങ്കിൽ 7 months എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1 year നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഒരു നഷ്ടമില്ല. നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ സെറ്റിൽ ആവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു 1 year നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും ഒരു പ്രശ്നമില്ല. അടുത്ത അതായത് നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് വരുന്ന എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യുന്ന രീതി നിങ്ങൾ സെറ്റ് ആവും. സോ എപ്പോഴും എയിം ചെയ്യേണ്ട ഈ എക്സാം തന്നെ ആയിരിക്കണം. എന്നാലേ നെക്സ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് ശരിക്കുള്ള ട്രൂത്ത്. ഒരു 2 months കൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, അല്ലാതെ ഈ പ്രാവശ്യം ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, അപ്പൊ ഈ പ്രാവശ്യത്തെ എക്സാം ഒന്നും എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ പഠിക്കാൻ പോണില്ല. അപ്പൊ എപ്പോഴും ഇപ്രാവശ്യം ഡിഗ്രി കഴിഞ്ഞു, ഇപ്രാവശ്യത്തെ എക്സാം തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഈ വർഷം കിട്ടുന്നവരും കാണും, നെക്സ്റ്റ് ടൈമിൽ സക്സസ് ആവുന്നവരും കാണും. ഒരു പ്രശ്നമില്ല അതിനകത്ത്. സോ ഇന്ന് തുടങ്ങാം, പരിപാടി ഇന്ന് തുടങ്ങാം, നാളത്തേക്ക് വെക്കാണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.